യോഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നിലപാടിനെ ഐക്യകണ്ഠേന പിന്താങ്ങുകയും മിഷൻ മെമ്പർഷിപ്പ് ഇഷ്യൂവിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കിൾ തിരസ്കരിച്ചുള്ള പ്രമേയം പാസാക്കുകയും ചെയ്തു. ഈ വിവരം ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ IKCC അറിയിക്കുകയുണ്ടായി. പിന്നീട് മാർച്ച് മാസം 3-ാം തീയതി KCCയുടെയും KCS ഷിക്കാഗോയുടെയും ആഭിമുഖ്യത്തിൽ ഷിക്കാഗോ ബിഷപ്പ് ഹൗസിലേക്ക് നടത്തിയ റാലിയിൽ ന്യൂയോർക്കിൽ നിന്നും നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ് ഉൾപ്പെടെ 30-ൽ പരം മെമ്പേഴ്സ് പങ്കെടുക്കുകയുണ്ടായി. IKCC മെമ്പേഴ്സ് പങ്കെടുക്കുകയുണ്ടായി. അതിൽ 20-ൽ പരം വ്യക്തികൾ റാലിക്ക് വേണ്ടി മാത്രം ന്യൂയോർക്കിൽ നിന്നും പറഞ്ഞെത്തിയവരായിരുന്നു. അവരുടെ തീവ്രമായ സമുദായ സ്നേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ അനുമോദിക്കുകയാണ്. പൈതൃകമായി നമുക്ക് ലഭിച്ച പാരമ്പര്യങ്ങളും തനിമയും അനുഷ്ഠാനങ്ങളും എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബ്രൂക്ലിൻ ക്വീൻസ് കിഡ്സ് ക്ലബ് ഫെയ്ത്ത് ചാപ്പലിൽ ലാറ്റിൻ മാസ് നടത്തിയതിനെ കുറിച്ച് പല അവസരങ്ങളിലും പലരും എന്നോട് ചോദിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കിഡ്സ് ക്ലബ് കൂടുന്ന ദിവസങ്ങളിൽ മാത്രമേ അവിടെ ലാറ്റിൻ മാസ് നടക്കത്തുള്ളൂ. അതും വൈദികരെ ലഭിച്ചാൽ മാത്രം. ലാറ്റിൻ മാസ് ചെല്ലുന്നതോ അതിന് അധികാരപ്പെട്ട വൈദികർ തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ മിഷനുകളിൽ കുർബാന കാണാൻ വരുന്ന പല പേരൻസിൻ്റെയും കുട്ടികൾ കുർബാന കാണാൻ പോകുന്നത് ലാറ്റിൻ പള്ളികളിലാണ്. ലാറ്റിൻ മാസ് കണ്ടു വളർന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഒപ്പം നിന്ന് കുർബാന കാണാൻ ഒരവസരം ഒരുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അത് കുടുംബ ബന്ധങ്ങളെയും സമുദായ ബന്ധങ്ങളെയും ബലപ്പെടുത്തുവാനേ സഹായിക്കുകയുള്ളൂ. മിഷനുമായിട്ട് മത്സരിച്ചുകൊണ്ടല്ല അവിടെ ലാറ്റിൻ മാസ് നടത്തുമെന്ന് ഈ അവസരത്തിൽ ഊന്നി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലാറ്റിൻ കുർബാന മറ്റ് പള്ളികളിൽ ചൊല്ലുന്ന നമ്മുടെ വൈദികർ സഭാപരമായ കാരണങ്ങളാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലാറ്റിൻ മാസ് കുർബാന ചൊല്ലിത്തരുവാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ മറ്റു മാർഗം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നമ്മുടെ വൈദികരെ കുറ്റം പറയുകയില്ല. സഭാപരമായിട്ട് അവരുടെ പരിമിതികൾ എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞാനും ജോയിന്റ് സെക്രട്ടറി റോജിയും ബഹുമാനപ്പെട്ട തറക്കലേച്ചനെ സന്ദർശിക്കുകയും കിഡ്സ് ക്ലബ് വിഷയം ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ കാരണസഹിതം അദ്ദേഹത്തോട് വിശദീകരിക്കുകയും ഉണ്ടായി. ഞങ്ങളുടെ വിശദീകരണം അച്ഛന് തൃപ്തികരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Primary focus of this executive committee was on young adults and youth. They are the people who should lead this association in the future and carry on our heritage to coming generations. We have able and dedicated youth leaders in our community who cherish Hinaya values. We should encourage them to come to the mainstream, but the question is how we could achieve it. Executive committee got in touch with the young adults through our treasurer Appachan Ligadal, Stephen Thornani, and our cases in a youth national council member Luke Taratate. Young adults agreed to meet more often, but what we learned was that they prefer to come up with their own programs that will be interesting to them rather than trying to attract them to the traditional programs conducted by IKCC. My understanding is that they have started meeting more often since then, and we can also see some positive signs. Two young adults have come forward to join the upcoming executive committee, Jeevan Mattapalli as the vice president and Joel Kandarapalli as the treasurer. I am really proud of them and congratulate them and their parents and wish them all success.